അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് 3-ാം ക്ലാസ്സിലെ മസായിലുൽ ഫിഖ്ഹിലെ 7-ാമത്തെ പാഠമാണ് നാം പരിശോധിക്കുന്നത്. അദ്ദർസു സാബിഅ ഗുഫ്റാനക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും ഒരു തോട്ടത്തിലൂടെ പോവുകയായിരുന്നു. അപ്പോൾ 2 ഖബറുകൾ ചൂണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഈ ഖബറിലുള്ളവർ ശിക്ഷ അനുഭവിക്കുന്നു. ഒരാൾ മൂത്രിച്ചാൽ ശരിയായി ശുദ്ധീകരിക്കാറുണ്ടായിരുന്നില്ല. മറ്റേയാൾ നമീമത്ത് പറയുമായിരുന്നു. അതിനാൽ വിസർജനം കഴിഞ്ഞാൽ ശരിയായി ശുദ്ധീകരിക്കണം. അദബുകൾ പാലിക്കണം. പാൻസ് ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഏതൊക്കെയാണ് അദബുകൾ? അള്ളാഹുവിൻ്റെ പേര്, മഹാത്മാക്കളുടെ പേരുകൾ, ഖുർആൻ പോലെയുള്ള എഴുതപ്പെട്ടത് മുതലായവ വിസർജന സ്ഥലത്തേക്ക് കൊണ്ടുപോവാതിരിക്കുക, പാദരക്ഷ ധരിക്കുക, തലമറക്കുക, ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ് എന്ന ദിക്ർ ചൊല്ലുക, ഇടതുകാൽ വെച്ച് പ്രവേശിക്കുക മുതലായവയാണ് അദബുകൾ. ടോയ്ലറ്റിൽ വെച്ച് സംസാരിക്കാൻ പാടില്ല. വെള്ളം ഉപയോഗിച്ച് ഇടതു കൈകൊണ്ട് ശൗചം ചെയ്യണം. വലതു കാൽ വെച്ച് പുറത്തിറങ്ങണം. ശേഷം ഗുഫ്റാനകൽ ഹംദുലില്ലാഹില്ലദി അദ്ഹബ അന്നിയൽ അദാ വഅഫാനി എന്ന ദിക്ർ ചൊല്ലുക. ശൗചം ചെയ്തതിനു ശേഷം അല്ലാഹുമ്മ തുഹിർ ഖൽബി മിനൻ നിഫാഖി വഹസ്സുൻ ഫർജി മിനൽ ഫവാഹിഷ് എന്ന ദിക്ർ എന്ന് ചൊല്ലുക തുടങ്ങിയവയും അദബുകളിൽ പെട്ടതാണ്. അക്സറു അദാബിൽ ഖബരി മിനൽ ബൗലി. ഖബർ ശിക്ഷയിൽ അധികവും മൂത്രശുദ്ധീകരണം ശരിയാവാത്തതു കാരണമാണ്. ഇനി നമുക്ക് ദഫ്തർ നോക്കാം. അദ്ദർസു സാബിഉ ഗുഫ്റാനക. നഖ്റഉ വ നക്തുബ്. വായിക്കുക, അതേപോലെ എഴുതുക. അദബുകൾ, വസ്തുക്കൾ, പിശാചുക്കൾ, പ്രവൃത്തികൾ, പാദരക്ഷ, വിസർജനം. ഇനി നക്തുബു ദിക്റ ഇൻദ ദുഖൂലിൽ ഖലായി വൽ ഖുറൂജ് മിൻഹു. ബാത്റൂമിൽ പ്രവേശിക്കുമ്പോഴും പുറത്തിറങ്ങുമ്പോഴുമുള്ള ദിക്റുകൾ എഴുതുക. ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ് ഗുഫ്റാനകൽ ഹംദുലില്ലാഹില്ലദി അദ്ഹബ അന്നിയൽ അദാ വഅഫാനി. ഇനി നക്തുബു ഫിഖ്റതൻ. ഒരു ഗണ്ണിക എഴുതുക. വിസർജന സ്ഥലത്തു പാലിക്കേണ്ട അദബുകൾ. അള്ളാഹുവിൻ്റെ പേര്, മഹാത്മാക്കളുടെ പേരുകൾ, ഖുർആൻ പോലെയുള്ളവ എഴുതപ്പെട്ടത് മുതലായവ വിസർജന സ്ഥലത്തേക്ക് കൊണ്ടുപോവാതിരിക്കുക, പാദരക്ഷ ധരിക്കുക, തലമറക്കുക, ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ് എന്ന ദിക്ർ ചൊല്ലുക, ഇടതുകാൽ വെച്ച് പ്രവേശിക്കുക, ടോയ്ലറ്റിൽ വെച്ച് സംസാരിക്കാൻ പാടില്ല, വെള്ളം ഉപയോഗിച്ച് ഇടത് കൈകൊണ്ട് ശൗചം ചെയ്യണം. ഇനി ശൗചം ചെയ്യൽ. വെള്ളം ഉപയോഗിച്ച് ഇടത് കൈ കൊണ്ടാണ് ശൗചം ചെയ്യേണ്ടത്. ശേഷം ഗുഫ്റാനകൽ ഹംദുലില്ലാഹില്ലദി അദ്ഹബ അന്നിയൽ അദാ വഅഫാനി എന്ന ദിക്ർ ചൊല്ലുക. ശൗചം ചെയ്തതിനു ശേഷം അല്ലാഹുമ്മ തുഹിർ ഖൽബി മിനൻ നിഫാഖി വഹസ്സുൻ ഫർജി മിനൽ ഫവാഹിഷ് എന്ന് ചൊല്ലുക. ഇനി 3 കാണാം. നസ്അലുൽ ഉസ്താദ. ഉസ്താദിനോട് ചോദിക്കുക. ഉസ്താദിനോട് ചോദിച്ച അർത്ഥം എഴുതുക. ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ്. അല്ലാഹുവേ, നിൻ്റെ നാമം കൊണ്ട് ആൺപിശാചുക്കളിൽ നിന്നും പെൺപിശാചുക്കളിൽ നിന്നും ഞാൻ കാവൽ ചോദിക്കുന്നു. ഗുഫ്റാനകൽ ഹംദുലില്ലാഹില്ലദി അദ്ഹബ അന്നിയൽ അദാ വഅഫാനി. ബുദ്ധിമുട്ടുകൾ നീക്കി സുഖം നൽകിയ അള്ളാഹുവിന് സർവസ്തുതിയും. നിന്നോട് ഞാൻ പൊറുക്കലിനെ തേടുന്നു. ഇനി 4 കാണാം. നസ്ലു. ചേരുമ്പടി ചേർക്കുക. 1 അല്ലാഹുമ്മ തുഹിർ ഖൽബി. സി ആണ് ഉത്തരം. മിനൽ നിഫാഖി. 2 വഹസ്സുൻ ഫർജി. എ ആണ് മിനൽ ഫവാഹിഷ്. 3 അല്ലാഹുമ്മ ഇന്നി അഊദു ബിക. ഡി ആണ് ഉത്തരം. മിനൽ ഖുബുസി വൽ ഖബായിസ്. 4 അൽഹംദുലില്ലാഹില്ലദി അദ്ഹബ. അത് ബി ആണ് ഉത്തരം. അന്നിയൽ അദാ വഅഫാനി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.